MC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സൂക്ഷിച്ച സ്വർണത്തിന്റെ അളവിൽ കുറവ് വന്ന സംഭവത്തിൽ സ്ട്രോങ് റൂമിൽ സുരക്ഷാ വീഴ്ചയെന്ന് പോലീസ്. റൂമിനുള്ളിൽ CCTV ക്യാമറകളില്ലെന്നും സുരക്ഷാ ജീവനക്കാരുടെ സേവനം പോലും ഉണ്ടായിരുന്നില്ലെന്നും അന്വേഷണ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സ്ട്രോങ് റൂമിന്റെ ഓടുകൾ പഴകിയ നിലയിലായിരുന്നു. താൽക്കാലിക ജീവനക്കാരുടെയും കരാറുകാരുടെയും മൊഴികൾ പോലീസ് രേഖപ്പെടുത്തുകയാണ്. വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന മണിക്കൂറുകൾക്കകം ലംഘിച്ച് പാകിസ്ഥാൻ. പാക് ഡ്രോൺ ആക്രമണത്തിൽ ഒരു സൈനികന് വീരമൃത്യു. ഡ്രോണിനെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർക്കുന്നതിനിടെയാണ് സൈനികന് ജീവൻ നഷ്ടമായത്. ഉധംപൂരിലെ സൈനിക കേന്ദ്രത്തിന് കാവൽ നിന്ന സൈനികനാണ് വീരമൃത്യു. പാക് നടപടിയെ അപലപിച്ച ഇന്ത്യ ആവശ്യമെങ്കിൽ തിരിച്ചടിക്കുവാൻ സേനകൾക്ക് നിർദ്ദേശം നൽകി. മലപ്പുറം വളാഞ്ചേരിയിലെ നിപ്പ ബാധിതയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 8 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായി. നിപ്പ സ്ഥിരീകരിച്ച യുവതിയുടെ നില ഗുരുതരമായി തുടരുന്നു. ഇതോടെ ആകെ നെഗറ്റീവായവരുടെ എണ്ണം 25ആയി. പുതിയതായി 37 പേരെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം 94ആയി. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ 53 പേർ ഹൈറിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ്. പോസിറ്റീവായി ചികിത്സയിലുള്ള രോഗി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു, എന്നെ പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം, സമ്പുഷ്ടം. ജമ്മു കാശ്മീരിൽ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഭീകരവിരുദ്ധ പരിശോധന. കുൽഗാം അടക്കമുള്ള മേഖലകളിലാണ് പരിശോധന. സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് റെയ്ഡ് നടത്തുന്നത്. ഭീകരവാദികളെ കണ്ടെത്തുവാനും അവർക്ക് സഹായം നൽകുന്നവരെ പിടികൂടുവാനുമാണ് റെയ്ഡ്. ജമ്മു കാശ്മീരിലും രാജസ്ഥാനിലും പഞ്ചാബിലും അതീവ ജാഗ്രത തുടരുകയാണ്. പാക് പ്രകോപനം തുടർന്നാൽ ആവശ്യമെങ്കിൽ തിരിച്ചടി നൽകുവാൻ സേനകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുവാൻ ഉക്രൈനുമായി നേരിട്ട് ചർച്ച നടത്താമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. മെയ് 15 ഇസ്താംബൂളിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് പുടിൻ അറിയിച്ചു. ശാശ്വത സമാധാനത്തിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ചർച്ച ലക്ഷ്യമിടണമെന്ന് അദ്ദേഹം പറഞ്ഞു. ദീർഘകാലം നിലനിൽക്കുന്നതുമായ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി ഉക്രൈനുമായി നേരിട്ട് ചർച്ച നടത്തുവാൻ റഷ്യ നിർദ്ദേശിക്കുന്നുണ്ടെന്നും പുടിൻ വ്യക്തമാക്കി. രാജസ്ഥാൻ ജയ്സാൽമീറിൽ പൊട്ടിത്തെറിയെന്ന് റിപ്പോർട്ട്. എയർ സ്റ്റേഷൻ പരിസരത്ത് പൊട്ടിത്തെറി ഉണ്ടായെന്ന വിവരം. ആരിടത്ത് പൊട്ടിത്തെറിയെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നു. ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം നൽകി. ബാർമേറിലും പൊട്ടിത്തെറിയ ശബ്ദം. ജനങ്ങൾ വീടുകളിൽ നിന്നും ഇറങ്ങരുതെന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം നൽകി. ജമ്മു കാശ്മീരിലെ സാധാരണക്കാരെ ആക്രമിക്കുവാൻ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് തുർക്കിയുടെ കാമിക്കാസെ ഡ്രോണുകളാണെന്ന് കണ്ടെത്തിയിരുന്നു. ജമ്മു കാശ്മീരിലെ നൌഷേര പ്രദേശത്തെ ഒരു ഗ്രാമത്തിൽ നിന്നും ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങൾ വെടിവച്ചിട്ട അത്തരമൊരു ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തു. ഒരു നാൾ മുൻപ് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുവാനുള്ള ശ്രമങ്ങളിൽ പാകിസ്ഥാൻ തുർക്കി ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു. പാകിസ്ഥാന്റെ വെടിനിർത്തൽ ലംഘനത്തെ തുടർന്ന് അമൃത്സറിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നാണ് നിർദ്ദേശം. വീടിന് പുറത്തേക്ക് ഇറങ്ങരുത് എന്നും ലൈറ്റുകൾ ഓഫാക്കി വീട്ടിൽ തന്നെ തുടരണമെന്നും നിർദ്ദേശം നൽകി. അമൃത്സറിൽ റെഡ് അലർട്ട് തുടരുകയാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അമൃത്സറിൽ തുടർച്ചയായി സൈറൻ മുഴങ്ങി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.